മലയാളികൾക്ക് ലാലേട്ടന്റെയും പ്രിയദർശന്റെയും ഓണസമ്മാനം അതാണ് ഒപ്പം എന്ന സിനിമ. എന്റെ ഒപ്പം എല്ലാവരുമുണ്ട്, അവനൊപ്പം ഞാൻ മാത്രം. സിനിമയുടെ ഈ ടാഗ് ലൈൻ തന്നെയാണ് സിനിമയെന്ന് പറയാം. കാഴ്ചയില്ലാത്ത നായകനും ബുദ്ധിശാലിയായ വില്ലനും തമ്മിലുള്ള പോരാട്ടം മികച്ച രീതിയിലുള്ള തിരക്കഥയിൽ പ്രിയൻ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഒരു അന്ധൻ ഒരു കൊലപാതകത്തിന് ദൃക്സാക്ഷിയോ അല്ലെങ്കിൽ കൊലയാളിയെ തിരിച്ചറിഞ്ഞാലോ കാഴ്ചയില്ലായ്മ അയാൾക്ക് സൃഷ്ടിക്കുന്ന വെല്ലുവിളികളാണ് സിനിമയുടെ പ്രമേയം. ഇവിടെ കാഴ്ചയില്ലാത്ത നായകന്റെ ആയുധങ്ങൾ ചെവിയും മൂക്കുമാണ്. അത് സമർത്ഥമായി ഉപയോഗിച്ച് തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണ് പ്രിയൻ ഒരുക്കിയ ഒപ്പം. കണ്ണുള്ളവരാരും കാണാത്തൊരു കൊലപാതകയെ കണ്ണില്ലാത്ത ഇവൻ മാത്രം കണ്ടു. ജന്മന അന്ധനായ ജയരാമനായിട്ടാണ് ലാലേട്ടൻ ഈ സിനിമയിലോട്ട് എത്തുന്നത്. ശബ്ദമാണ് അദ്ദേഹത്തിന്റെ വഴികാട്ടിയും. ശബ്ദത്തിലൂടെയാണ് എല്ലാം തിരിച്ചറിയുന്നതും. പ്രമുഖർ താമസിക്കുന്ന ഫ്ളാറ്റിൽ ലിഫ്റ്റ് ഓപ്പറേറ്ററായിട്ടാണ് ജയരാമൻ ജോലി ചെയ്യുന്നത്. ആ ഫ്ളാറ്റിൽ ഒരു കൊലപാതകം നടക്കുന്നതിന് ഏക സാക്ഷിയാണ് ജയരാമൻ. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊലയാളിയായി മുദ്രകുത്തപ്പെടുന്ന ജയരാമൻ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഒപ്പം എന്ന ചിത്രം. ജീത്തു ജോസഫിന്റെ ദൃശ്യം എന്ന മൂവിക്ക് ശേഷം മോഹൻലാലിൽ പ്രേക്ഷകർ കണ്ട ഏറ്റവും മികച്ച അഭിനയ പ്രകടനമാണ് ജയരാമൻ എന്ന അന്ധന്റേത് എന്ന് പ്രേക്ഷകർ പറയുന്നു. ജയരാമന്റെ നിഷ്കളങ്കതയും പേടിയും പ്രേക്ഷകർക്കും അനുഭവപ്പെടുന്ന തരത്തിൽ ഉള്ളതാണ്. ശബ്ദം മാത്രം ആയുധമാക്കി നീങ്ങുന്ന ഈ ഒരു നായകനിൽ എങ്ങനെ സസ്പെൻസ് ഉണ്ടാകും, എന്തായിരിക്കും സിനിമയുടെ ക്ലൈമാക്സ്, ഇതൊക്കെയാണ് സിനിമയുടെ വിജയവും. വില്ലൻ എത്തുന്നതും ക്ലൈമാക്സിലാണ്. കൂടാതെ നായകനും വില്ലനും തമ്മിലുള്ള ഏണിയും പാമ്പും കളി തമാശ മാറ്റിവെച്ച് ഗൗരവമായി ഉദ്യോഗത്തോടെ പ്രിയൻ ഇതിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. നാട്ടിൻപുറത്തുകാരനായ നായകനിൽ നിന്നും നഗരത്തിലെ ഫ്ളാറ്റിലെ ലിഫ്റ്റ് ഓപ്പറേറ്ററായി വരെ നായകനെ പരിചയപ്പെടുത്തിയാണ് സിനിമയുടെ ആദ്യ ഭാഗങ്ങൾ മുന്നേറുന്നത്. ഫ്ളാറ്റിൽ ജയരാമന് ഏറ്റവും അടുപ്പമുള്ളത് റിട്ടയർഡ് ജസ്റ്റിസ് മൂർത്തിയോടാണ്. നെടുമുടി വേണുവാണ് ഈ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരനായി മാമുക്കോയെയും ഹരീഷും ചെറിയ നമ്പറുകളുമായി ആദ്യ പകുതി സജീവമാക്കുന്നുമുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വേഷത്തിലെത്തുന്ന അജു വർഗീസും ചെറുതല്ലെങ്കിലും സിനിമയുടെ കഥാഗതിയിൽ പങ്കാളിത്തവുമുണ്ട്. ജയരാമൻ പറയുന്ന കൊലപാതകി യഥാർത്ഥമാണെന്ന് വിശ്വസിച്ച് അയാൾക്കൊപ്പം സഞ്ചരിക്കുന്ന ACP ഗംഗ എന്ന കഥാപാത്രമായി അനുശ്രീയും ചിത്രത്തിൽ ആദ്യാവസാനം വരെയുണ്ട്. CI അനന്തൻ എന്ന ചെമ്പൻ വിനോദിന്റെ കഥാപാത്രം രംഗപ്രവേശം ചെയ്യുന്നത് രണ്ടാം പകുതിയുടെ തുടക്കത്തിലാണ്. അദ്ദേഹത്തിന്റെ എൻട്രി മുതലുള്ള 5 മിനിറ്റ് തിയേറ്ററിൽ ചിരിയുടെ പൊടിപൂരമാണ്. ചെറുതല്ലെങ്കിലും ശ്രദ്ധേയമായ കഥാപാത്രമായി കലാഭവൻ ഷാജോണും സിനിമയിൽ എത്തുന്നുണ്ട്. പത്മകുമാർ IPS ആയി രഞ്ജി പണിക്കരും സിനിമയിൽ നല്ല വേഷം കൈകാര്യം ചെയ്യുന്നു. ഇടവേള ബാബു, സമുദ്രക്കനി, കലാശാല ബാബു, അർജുൻ നന്ദകുമാർ, കവിയൂർ പൊന്നമ്മ, ബിനീഷ് കോടിയേരി തുടങ്ങിയ കഥാപാത്രങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് സിനിമയിൽ. പതിവ് പ്രിയൻ ചിത്രത്തിലേതുപോലെ ഇന്നസെന്റും ഒപ്പത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. NK ഏകാംബരനാണ് സിനിമയുടെ ഛായാഗ്രാഹകൻ. മിനുങ്ങും മിന്നാമിനുങ്ങെ എന്നതുൾപ്പെടെ 4 പാട്ടുകളാണ് ഒപ്പം മൂവിയിലുള്ളത്. ജിം, ബിബി, എൽദോസ്, ജസ്റ്റിൻ എന്നിവരടങ്ങുന്ന സംഗീത ബാൻഡായ ഫോർ മ്യൂസിക് ആണ് ഒപ്പത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. MG ശ്രീകുമാറിന്റെയും ശ്രേയ ജയദീപിന്റെയും സ്വരമാധുരിയും കേട്ട് ആസ്വദിക്കാവുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 156 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയിൽ ഏകദേശം 120 മിനിറ്റും ലാലേട്ടൻ സ്ക്രീനിലുണ്ട്. ജയരാമൻ എന്ന അന്ധ കഥാപാത്രത്തിലൂടെ സൂക്ഷ്മ അഭിനയത്തിന്റെ നിരവധി മുഹൂർത്തങ്ങൾ ലാലേട്ടനിൽ നിന്നും നമുക്ക് കാണാനാകും. ഒപ്പത്തിലെ ഒരു സീനിൽ പുരികം പോലും സൂക്ഷ്മ അഭിനയത്തിനായി മോഹൻലാൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സൂപ്പർ ഹിറ്റായ അമർ അക്ബർ അന്തോണിയിലെ ബാലികയെ പ്രേക്ഷകരെ കയ്യിലെടുത്ത ബേബി മീനാക്ഷി ഈ സിനിമയിൽ ഒരേ സമയം തന്റെ കുറുമ്പുകൾ കൊണ്ടും ചോദ്യവും സംശയങ്ങളും കൊണ്ടും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കുകയാണ്. വിമലാരാമനും അനുശ്രീയും 2 നായികമാരായി സിനിമയിൽ ഉണ്ടെങ്കിലും ഒരു പ്രണയത്തിന്റെ ചേരുവ സിനിമയിൽ ഇല്ലെന്നതും പ്രിയനെ കയ്യടി നൽകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ലാലേട്ടനോടൊപ്പം ആന്റണി പെരുമ്പാവൂരും സിനിമയിൽ ചെറിയൊരു വേഷം കൈകാര്യം ചെയ്യുന്നു. തീർച്ചയായും മലയാളികൾക്ക് ഈ ഓണനാളുകളിൽ കുടുംബത്തോടൊപ്പം കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് പ്രിയദർശൻ ലാലേട്ടന്റെ ഒപ്പം.